ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും തിരുവചനമായ ദിവസത്തിലായിരിക്കാൻ ദൈവം നമ്മൾ സഹായിച്ച കൃപകൾക്കായി നന്ദി പറയുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 39-ാമത്തെ വാക്യം, കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി 4 ദിവസം ആയല്ലോ എന്ന് പറഞ്ഞു. 44-ാമത്തെ വാക്യം കൂടി വായിക്കുന്നു. മരിച്ചവൻ പുറത്തു വന്നു, അവിടെ കാലും കൈയും ശീല കൊണ്ട് കയ്യിലും മുഖം റൂമാൽ കൊണ്ടും മൂടിയിരുന്നു. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായ സ്തോത്രം. വീണ്ടും തിരുവചനമായി അങ്ങയുടെ പാദപുരത്തിലായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചതിനായ സ്തോത്രം. നീ ഞങ്ങളോട് വ്യക്തമായി സംസാരിക്കണമേ, ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്ഥാനത്തെ അനുഭവിപ്പാണ്ടിയാകണം. വചനത്തിൽ കൂടി സംസാരിക്കണം. യേശു നാം തന്നെ ആമേൻ. തുടർമാനമായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വചന പാഠങ്ങളിലേക്ക് തന്നെ നാം വന്നിരിക്കുകയാണ്. സ്തോത്രം. ഇന്നത്തെ വചനത്തിൽ യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 31-ാമത്തെ വാക്യമാണ് നാം ചിന്തിച്ചത്. അതിൽ നമുക്ക് കാണുവാൻ കഴിയും മാർത്തയുടെയും മറിയുടെയും സഹോദരൻ ലാസർ മരിച്ചു. ലാസറിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്, യേശു ഒത്തിരി വളരെയധികം സ്നേഹിച്ച ഒരു സഹോദരനായിരുന്നു ലാസർ എന്ന്. എന്നിട്ടും ഹല്ലേലൂയ, അവൻ മരിച്ചു എന്നറിഞ്ഞിട്ട് യേശു വന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൽ മരിച്ച് 4 ദിവസമായ ശേഷമാണ്, നാറ്റം വമിച്ചതിന് ശേഷമാണ് ഹല്ലേലൂയ യേശു വരുവാനിടയായിത്തീർന്നത്. പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളിൽ ഹല്ലേലൂയ പെട്ടെന്ന് നമുക്ക് പ്രാർത്ഥനാ മറുപടികൾ ലഭിച്ചു എന്ന് വരികയില്ല പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ അല്പം താമസിച്ച് വന്നാലും ഹല്ലേലൂയ കടന്നു വരുന്നവനറിയാം ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന്. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഹല്ലേലൂയ നമുക്ക് ഉള്ള 5 സെൻസ്, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇത് 5 അഞ്ചേന്ദ്രിയങ്ങളും ഹല്ലേലൂയ ഈ വചനത്തോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ സാക്ഷ്യം പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാമതായി നാം കാണുവാൻ കഴിയുന്നുണ്ട്, കണ്ണ് പറയുക, ഞാൻ ലാസർ മരിച്ചത് ഞാൻ കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം. കണ്ണുകൊണ്ട് കണ്ട് അത് പ്രൂഫ് ചെയ്ത് പറയുക, കണ്ടു. ഇനിയും ഒരു വിടില്ല, മരിച്ചു കഴിഞ്ഞു, ഇനിയും ഒരു മറുപടിയില്ല. കണ്ണ് പറഞ്ഞു. ഹല്ലേലൂയ, മൂക്ക് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. നാറ്റം വെച്ചു 4 ദിവസമായി, ദുർഗന്ധം വമിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, നാക്ക് പറഞ്ഞു. സ്തോത്രം. മരിച്ചു, നാറ്റം, ഹല്ലേലൂയ മരിച്ചു കരിഞ്ഞു ഹല്ലേലൂയ എന്ന് പറയുക, മരിച്ചു. ചെവി പറയുക, അവർ സഹോദരങ്ങളുടെ നിലവിളി, അവരുടെ വിലാപം ഞാൻ കേട്ടതാണ്. മാർത്തയുടെയും മറിയുടെയും നിലവിളി ഞാൻ കേട്ടതാണ്. ആ നിലവിളി ശബ്ദം ഞാൻ കേട്ടതാണ്. സ്തോത്രം. തൊലി പറയുക, ജീർണിച്ചു. സ്തോത്രം. പുഴു അരിച്ചു തുടങ്ങി. സ്തോത്രം. അപ്പോൾ ഈ 5 ഹല്ലേലൂയ അവസ്ഥയിലും ഹല്ലേലൂയ കണ്ണും മൂക്കും നാക്കും ചെവിയും തൊലിയൊക്കെ സാക്ഷ്യം പറഞ്ഞു. ഇഞ്ചേന്ദ്രിയങ്ങളെല്ലാം എതിരായി പറഞ്ഞ അവസ്ഥയിൽ നിന്നാണ്. ഒരിക്കലും മറുപടിയില്ല, ഞാൻ നിലവിളി കേട്ടതാണ്, ദുർഗന്ധം വമിച്ചു, ഇനി ഒരു മടങ്ങി വരവില്ല എന്ന് സാക്ഷ്യം പറഞ്ഞ് ഇരിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ലോകപ്രകാരം സകലം അസ്തമിച്ചു എന്ന് തോന്നുമ്പോൾ, ഹല്ലേലൂയ 44-ാം അധ്യായത്തിൽ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, മരിച്ചവൻ പുറത്തു വന്നു, അവൻ്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. ഇവിടെ മറ്റൊരു ദൂത് ഞാൻ തുറന്ന് വിളിച്ചു പറയട്ടെ ദൈവമക്കളെ. കർത്താവിന് ഹല്ലേലൂയ ഈ 5 ഇന്ദ്രിയങ്ങളെല്ലാം ഹല്ലേലൂയ മാറി. ഹല്ലേലൂയ കണ്ടു. നിലവിളി ഞാൻ മരിച്ചു കിടക്കുന്നത് ഞാൻ കണ്ട്. ഹല്ലേലൂയ ചെവിയുടെ നിലവിളി ഞാൻ മാർത്തയുടെയും മറിയുടെയും നിലവിളി ഞാൻ കേട്ടതാണ്. ഹല്ലേലൂയ, മൂക്ക് പറഞ്ഞു, ദുർഗന്ധം. ഹല്ലേലൂയ, നാറ്റം വെച്ച് 4 ദിവസമായി, ദുർഗന്ധം വമിക്കുന്നു എന്ന് മൂക്ക് പറയുമ്പോൾ താക്ക് പറഞ്ഞു, ഒരിക്കലും സംഭവിക്കില്ല, മരിച്ചു, നാറ്റം വെച്ചു 4 ദിവസമായി. നാക്കും പറയുക, വായും പറയുക.
സ്വന്തം തൊലിയും പറഞ്ഞ് ജീർണിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ജീർണിച്ച് നാറ്റം വെച്ചു. ഇതെല്ലാം പഞ്ചേന്ദ്രിയങ്ങളെല്ലാം എതിരായി സാക്ഷ്യം പറഞ്ഞു. 40 വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു വന്ന് പറയുകയാണ്, മരിച്ചവൻ എവിടെ? ഹല്ലേലൂയ. കല്ലുട്ട് മാറ്റുവീൻ എന്ന് പറഞ്ഞ് കല്ലുട്ട് മാറ്റി ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞു. ലാസർ പുറത്ത് വന്നപ്പോൾ അവനെ റൂമാൾ കൊണ്ട് ബന്ധിച്ചിരുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, യേശുവിനെ ഹല്ലേലൂയ ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ ഹല്ലേലൂയ യേശുവിനെ ആ കെട്ട് കഴിക്കാൻ കഴിയില്ലായിരുന്നോ? ആ വാക്കുകൾ, കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ ആ റൂമാലുകൾ അഴിഞ്ഞു മാറുമായിരുന്നല്ലോ. സ്വത്രം. എന്നാൽ ഇവിടെ ഞാൻ ഒരു ദൂത് പറയാം. എൻ്റെ പ്രാർത്ഥന പറയും, ദൈവം എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞ ഞാൻ പറയാം. എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ദൂത് ഞാൻ പറയാം. ദൈവമക്കളെ, സ്തോത്രം. ഏത് വ്യക്തി ബന്ധിച്ചോ ആ വ്യക്തികൾ തന്നെ, സഹോദരങ്ങളായിക്കോട്ടെ ബന്ധുമിത്രാദികളായിക്കോട്ടെ, അവരെയും കൊണ്ട് തന്നെ ആ ബന്ധനം അറിയിപ്പാൻ ഇടയായി തന്നു. സ്തോത്രം. അവരാ കെട്ടിനെ, നിങ്ങൾ അവരുടെ കെട്ടിനെ അഴിച്ചു വിടുവീന് കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അവർ തന്നെ അവരുടെ കെട്ടുകളെ അഴിച്ചു വിടുവാനിടയായി തീർന്നു. മരിച്ചു, സകലതും അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ലാസറിനെ 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം കാണുവാൻ കഴിയുന്നു. പന്തിയിൽ ഇരുന്നവരുടെ കൂട്ടത്തിൽ ലാസറും ഒരുവനായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാം അവസാനിച്ചു എന്ന് ലോകം മുദ്രയിടുമ്പോൾ ഇനിയും നിനക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല, എല്ലാം കൊണ്ട് ഇവിടെ അവസാനിച്ചു, എല്ലാം കഴിഞ്ഞു എന്ന് നാം ചിന്തിക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, പ്രിയ വചന മാതാവേ, പിതാവേ, കുഞ്ഞേ, ഹല്ലേലൂയ, നീ മരത്തിൻ്റെ ഫുൾ സ്റ്റോപ്പ് ഇട്ടെടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാൻ സ്വർഗസ്നായ ദൈവത്തിന് കഴിയും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഇടയായിത്തീരുന്നു. മറിയയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. യേശു ഒപ്പം വന്നു കഴിഞ്ഞാൽ അവൻ്റെ സഹോദരൻ ഹല്ലേലൂയ അവനെ ഉയർപ്പിക്കാൻ കർത്താവിന് കഴിയുമെന്ന് അവൾക്കറിയാമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. മാർത്ത ഓടി വന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്നാൽ. അത്രക്ക് മാത്രം വിശ്വാസമായിരുന്നു യേശുവിൽ അവർക്കുണ്ടായിരുന്നു. സ്തോത്രം. നമ്മുടെ വിശ്വാസം പലപ്പോഴും ചോർന്നു പോയ സാഹചര്യത്തിൽ യേശു കടന്നു വന്നില്ലേലും മരണം സംഭവിച്ചാലും, പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, പ്രാർത്ഥനാ മറുപടിയില്ലാതെ തകർന്ന് തലൊളിച്ച് ഇനി ഇതിനൊരു മറുപടിയില്ല എന്ന് പറയുന്ന സാഹചര്യത്തിലായിരിക്കാം ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. സ്തോത്രം. ആകിയാൽ ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസത്താൽ ദൈവത്തിലുള്ള വിശ്വാസത്തോടെ നിന്നാൽ ദൈവം നമുക്ക് മറുപടി നൽകുവാനിടയായിത്തീരും. മാത്രമല്ല, ഇനിയും ഒരിക്കലും നീ പുറത്തു വരികയില്ല എന്ന് ശാസ്ത്രോ നിന്നെ തകർത്ത് നിന്നെ ബന്ധിച്ച് അകത്രത്തിലാക്കിയ വിഷയത്തിന്മേൽ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുവാനിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഹല്ലേലൂയ തിരുവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടെയും ദൈവത്തിൻ്റെ ആത്മാവ് അറിയിക്കുന്നു, ഇന്ന് നീ ഏത് സാഹചര്യത്തിലാണെന്ന് ഹല്ലേലൂയ മറ്റുള്ളവർക്ക് അറിയില്ല. എന്നാൽ നിൻ്റെ സാഹചര്യം അറിയുന്ന, നിൻ്റെ അവസ്ഥകൾ അറിയുന്ന, നിൻ്റെ വേദനകൾ അറിയുന്ന ഒരു സ്വർഗസ്ഥനായ ഒരു ദൈവം നിനക്ക് വേണ്ടിയുണ്ട്. അവൻ നിനക്ക് വേണ്ടി തക്ക സമയത്ത് ഇറങ്ങി വന്ന് നാട്ടം വച്ച അവസ്ഥയിലും നിന്നെ പുറത്തു കൊണ്ടുപോകാൻ സന്നിധനാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ അറിയിക്കുകയാണ്. ആകിയാൽ നമുക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം, ആ കർത്താവിനായി നമുക്ക് കാത്തിരിക്കാം. ഹല്ലേലൂയ. പഞ്ചേന്ദ്രിയങ്ങൾ ഹല്ലേലൂയ സകലതും നെഗറ്റീവായി പറയുമ്പോൾ അവയിൽ നിന്നൊക്കെ ഉയർപ്പ് നൽകി നമ്മളെ പുറത്തു കൊണ്ടുപോകാൻ സർവസ്വനായ ദൈവം വലിയ മധ്യായവനാണ്. പ്രിയ മാതാവേ, പിതാവേ, കുഞ്ഞേ, നിൻ്റെ ഏതവസ്ഥയിലും ഹല്ലേലൂയ ദൈവം നിന്നോട് കൂടെയുണ്ട്. അപ്പം നിന്നെ മാനിക്കുന്നൊരു ദിവസമുണ്ട്. നാട്ടം വെച്ച അവസ്ഥയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവൻ സർവശക്തനാണ്. ആകയാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലെസ് യു.